ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീക്യം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മേടമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. സാധാരണ മലയാള മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളെ 30 വ്യാഴം 30 വെള്ളി എന്നെല്ലാമാണ് പറയുന്നത്. അതിനാൽ തന്നെ ഇന്ന് 30 വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസവും നമ്മുടെ സാമ്പത്തിക തടസ്സങ്ങൾ ഇല്ലാതാക്കുവാനായി നമ്മൾ ലക്ഷ്മി ദേവി വഴിപാട് ചെയ്യുവാൻ അനുയോജ്യമായ ഒരു ദിവസവും കൂടിയാണ്. അതിനാൽ തന്നെ ഇന്ന് രാത്രി 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള ശുക്രഹോര സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു താന്ത്രിക വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുവാൻ പോകുന്നത്. താന്ത്രിക വഴിപാട് എന്ന് പറയുമ്പോൾ യാതൊരുവിധ നിഷ്ഠകളും പാലിക്കേണ്ടതില്ല. പൂജാമുറിയിൽ കയറണമെന്നോ നമുക്ക് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നോ പുലവാലായ്മയുണ്ട് പീരിയഡ്സ് ആണ് എന്നൊന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മറക്കാതെ രാത്രി 8 മണി മുതൽക്ക് 9 മണി വരെയുള്ള ശുക്രഹോര സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. ഒരു പക്ഷേ ഈ ആഴ്ച ഈ വീഡിയോ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചില്ല, ഞങ്ങൾക്ക് ഈ സമയം കഴിഞ്ഞാണ് കാണുന്നത് എങ്കിൽ ഈ മേടമാസം കഴിയുന്നത് വരെയുള്ള ഏതൊരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യാവുന്നതാണ്. പ്രധാനമായും ശുക്രഹോര സമയത്ത്, അതായത് രാവിലെ 6 മണി മുതൽ 7 മണി വരെ, ഉച്ചസമയം 1 മണി മുതൽ 2 മണി വരെ, രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെ, ഈ 3 സമയങ്ങളാണ് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നമുക്ക് എന്താണ് ആവശ്യമെന്ന് നോക്കാം. ഒരു കൈപ്പിടി അളവിന് പഞ്ചസാരയും ഒരു 5 രൂപ നാണയവും മാത്രമാണ് നമുക്ക് ആവശ്യം. ഈ വെളുത്ത നിറത്തിലുള്ള പഞ്ചസാര, പച്ചരി എന്നിവയെല്ലാം തന്നെ ശുക്രഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ ഒന്നാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ശുക്രഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ തടസ്സങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. ജീവിതം വെച്ചടി ഉയർച്ചയിലേക്ക് പോകും. മാത്രമല്ല കടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുവാൻ സാധിക്കുമെന്നെല്ലാം നമുക്കറിയാം. പല സന്ദർഭങ്ങളിലും നമ്മൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ് അവർക്ക് ശുക്രയോഗമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ശുക്രഭഗവാന്റെ അനുഗ്രഹത്തിനായും ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനായും നമുക്ക് ഈ താന്ത്രികം ചെയ്യാം. നിങ്ങൾക്ക് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ശുക്രഹോര സമയത്ത് നമ്മുടെ ലക്ഷ്മി ദേവിയുടെ പടത്തിന് മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വെച്ചുകൊണ്ട് ഈ താന്ത്രികം ചെയ്യാം. ഇതിനായി നമുക്ക് പഞ്ചസാരയും നാണയത്തോടൊപ്പം തന്നെ ഒരു അടപ്പുള്ള ചെറിയ പ്ലാസ്റ്റിക് ഡപ്പയും കൂടി ആവശ്യമാണ്. നമുക്ക് ഇത് 3ഉം തയ്യാറാക്കി വെച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈകളിൽ കൊള്ളാവുന്നത്രയും പഞ്ചസാര നമുക്ക് ഈ ഡപ്പയിൽ ഇട്ട് വയ്ക്കാവുന്നതാണ്. ഇനി അതിനുശേഷം 5 രൂപ നാണയം എടുത്ത്, അതായത് 5 രൂപ നാണയം തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏതൊരു നാണയമാണ്, ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ അവിടുത്തെയുള്ള ഏതെങ്കിലും ഒരു നാണയം എടുത്താലും മതിയാകുന്നതാണ്. കഴിവതും നമ്മുടെ നാടുകളിലുള്ളവർ 5 രൂപ നാണയം തന്നെ എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഈ 5 രൂപ നാണയം എടുത്ത് നമ്മുടെ വലത് ഉള്ളം കയ്യിൽ വെച്ച് നമുക്ക് താഴെ തറയിൽ ഇരിക്കാവുന്നതാണ്. ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു പലകയോ ഇട്ട് നമുക്ക് താഴെ ഇരുന്നു കൊണ്ട് വടക്കു ദിശ നോക്കി ഇരുന്നു കൊണ്ട് ഓം ശ്രീം ശ്രീയൈ നമ, ഓം ശ്രീം ശ്രീയൈ നമ എന്നുള്ള മന്ത്രം ഒരു 10 മിനിറ്റോളം ചൊല്ലാവുന്നതാണ്. അത്രയും സമയം ഈ 5 രൂപ നാണയം നമ്മുടെ വലത് ഉള്ളം കയ്യിൽ അടച്ചു പിടിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വലതു കാലിന് മുകളിൽ ആ കൈകൾ വെച്ചതിനു ശേഷം മാത്രമായിരിക്കണം ജപിക്കേണ്ടത്. നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തോടു കൂടിയും നമ്മുടെ ജീവിതം സമ്പത്തിൻ്റെ ഉയർച്ചയിലേക്ക് എത്തുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി മാത്രമായിരിക്കണം നമ്മൾ ഈ മന്ത്രം ചൊല്ലേണ്ടത്. നിങ്ങൾ എണ്ണം കണക്കിലെടുത്ത് ജപിക്കുവാനാണ് താല്പര്യപ്പെടുന്നത് എങ്കിൽ കുറഞ്ഞത് ഒരു 501 തവണ ജപിക്കാവുന്നതാണ്. ഇത് ചെറിയ ഒരു മന്ത്രമാണ്. മന്ത്രം ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഓം ശ്രീം ശ്രീയേ നമ, ഓം ശ്രീം ശ്രീയേ നമ എന്നുള്ള ഈ ഒരു ചെറിയ മന്ത്രം 501 തവണ ചൊല്ലാം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റോ 15 മിനിറ്റോ തുടർച്ചയായി ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ പതുക്കെ കണ്ണുകൾ തുറന്ന് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിൽ ഇട്ടു വെച്ചിരിക്കുന്ന ഒരു കൈപ്പിടി അളവിന് പഞ്ചസാര, ആ പഞ്ചസാരയുടെ ഉള്ളിലേക്ക് ഈ 5 രൂപ നാണയം ഇട്ട് നമുക്ക് അടച്ച് നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കാം. അല്ലെങ്കിൽ പൂജാമുറിയിൽ വെക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ
നമ്മുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ്. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ വിട്ടോളൂ. ഈ മാസം കഴിയുന്ന സമയത്ത്, അതായത് ഈ മേടമാസം കഴിയുന്ന സമയത്ത് നമുക്ക് അതിനെ എടുത്ത്, അല്ലെങ്കിൽ ഒരു 3 മാസം വരെ ഇരുന്നോട്ടെ, അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ അതിനെ എടുത്ത് 5 രൂപ നാണയം നമ്മുടെ പണം സൂക്ഷിക്കുന്ന ആ പണത്തോടൊപ്പം തന്നെ നമ്മളൊരു 100 രൂപയെങ്കിലും നമ്മുടെ എപ്പോഴും പണം സൂക്ഷിക്കുന്ന പെട്ടിയിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. അപ്പോൾ അതിനോടൊപ്പം നമുക്ക് എടുത്തു വയ്ക്കാം. അതും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സുകളിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഈ പഞ്ചസാര നമുക്ക് ഉറുമ്പുകൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാം, അല്ലെങ്കിൽ ഒഴുകിക്കളയുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാവുന്നതാണ്. ഈ താന്ത്രികം നിങ്ങൾ ഈ മാസം കഴിയുന്നതിനുള്ളിൽ ഏതൊരു വെള്ളിയാഴ്ചകളിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. നല്ല ഒരു മാറ്റം നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും. മഹാലക്ഷ്മി ദേവിയുടെയും ശുക്രഭഗവാന്റെയും അനുഗ്രഹം മുഖാന്തരം നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ താന്ത്രികങ്ങൾ, പരിഹാരങ്ങൾ എന്നിവയെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലെ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം നേടുവാൻ സഹായിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറിക്കിട്ടുമോ, ഇതെല്ലാം വെറുതെ അല്ലേ എന്ന്. ഒരിക്കലും ഇതെല്ലാം വെറുതെയല്ല. വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അതിൻ്റേതായ ഫലം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ താഴെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകുന്നതാണ്. ഈ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്തവർക്ക് നമ്മൾ ഇടുന്ന വീഡിയോകളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ മറുപടി പറയുവാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു പക്ഷേ എന്നെ കോൺടാക്റ്റ് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലൂടെ കോൺടാക്റ്റ് ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.